ഇവിടെ നാഷണൽ ഹോളിഡേ ആണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ 10 മണിക്ക് ഇറങ്ങാൻ പ്ലാനറ്റ് ട്രിപ്പ് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയും. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ കറുമുറ തിന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ദുബായിലാണ് ഉള്ളത്. പക്ഷെ ദുബായ് സിറ്റി ടച്ച് ചെയ്യാതെ നമ്മൾ എക്സിറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. ട്രിപ്പിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റാസൽ ഖൈമ എത്തി. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? റാസൽ ഖൈമയിലുള്ള അൽമർജാൻ ഐലൻഡിലാണ് നിൽക്കുന്നത്. ശരിക്കും നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. കുറേ പേര് ഇങ്ങനെ ഗ്രില്ലൊക്കെ അടിച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇവിടെ തന്നെ വലിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വീക്കെൻഡാണ്, പിന്നെ ലീവും കൂടെ ആണല്ലോ. സോ കുറേ പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നൈറ്റ് ഡ്രൈവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഹെയർ പിന്നൊക്കെ കയറാനുണ്ട്. അങ്ങനെ കയറി ലാസ്റ്റ് നമ്മൾ ടോപ്പിലെത്തി. ഇത് മേലിൽ നിന്ന് കാണുമ്പം കിട്ടുന്ന വ്യൂ ആണ്. ഓക്കെ, ഫൈനലി നമ്മളിപ്പോൾ ജബൽ അൽ ലൈസിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ഹെയർ പിന്നൊക്കെ കയറിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയത്. ഇവിടെ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാമായിരുന്നു ഫുള്ള് രണ്ട് സൈഡ് ഫുള്ള് കാറുകളൊക്കെ ആയിട്ട് ടെൻ്റ് അടിച്ച ആൾക്കാർ നിൽക്കുവാണ്. അത്രയും നല്ല വ്യൂ പോയിൻ്റാണ് മോണിൽ കാണാനായിട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ളത്. അത്രയും തണുപ്പാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഹുഡിയൊക്കെ ഇട്ട് ഇങ്ങനെ നൈസായിട്ട് നിൽക്കുവാണ്. പാട്ടൊക്കെ വെച്ച് ഇവിടെ ചില്ല് ചെയ്യുവാണ്. എല്ലാവരും ഉണ്ട്. നമ്മുടെ ഓഫീസിൽ അവിടെ HR ഫാമിലി, അതുപോലെ തന്നെ നമ്മളുടെ അഭിഷേക് ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഇത് ശരിക്കും അതിൻ്റെ താഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഫുള്ള് കുറേ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നൈറ്റുള്ള ഈ ഫുഡ് അടിയോടുകൂടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചു. ഇനി ബാക്കി നാളെയാണ്. ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. റാസൽ ഖൈമ തന്നെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ നേരത്തെ റെഡിയായി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ റാസൽ ഖൈമയിലുള്ളൊരു മോളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. റാക്ക് മാളാണ്. അത്യാവശ്യം വലിയ മോളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളവിടെ നിന്ന് വേറെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. സംഭവം എനിക്കിങ്ങനെ മാളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യമായിട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ പിന്നെ ഉച്ചത്തുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു മീൽസാണ് നമ്മൾ കഴിച്ചത്. നല്ല മീൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള മീൽസായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ഇനി ഓർമ്മയില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ സർക്കീട്ട് മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ആസിഫ് അലി പറഞ്ഞൊരു ഡയലോഗ് ഇത് കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നു. കോർഫക്കാൻ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. ഇന്ത്യയും മലയുടെ ഇടയിൽ കൂടെ പോണ സമയത്ത് നമ്മൾ സ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയും മലകളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ശരിക്കും അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടോ. അത്രയും അടിപൊളിയാണ്. ഞാനിപ്പം ഈ പറയുമ്പം നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത്രയും സൂപ്പറായിരുന്നു ഈ എക്സ്പീരിയൻസ്. നിങ്ങളിതിൻ്റെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിലോ അല്ല നിങ്ങളിനി വേറെ എവിടെയെങ്കിലും നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലോ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും സൂപ്പറാണ് കേട്ടോ. ഇതിപ്പോൾ കോർക്കൽബയിലുള്ള ഒരു ബീച്ച് സൈഡാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. ഞങ്ങൾ വരുന്നതിനെക്കാട്ടി മുൻപ് ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടന്ന് കാലൊക്കെ നിറയ്ക്കുന്ന കണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നിറച്ച് നോക്കാം. ഷൂ ആണ് ഇട്ടേക്കണേ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ സമയം. കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചൂടുണ്ടാവില്ല. ഇവിടെ ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് അധികം ചൂടില്ല. എന്നാലും കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ലതായിരിക്കും. സംഭവം ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല. അത് ആദ്യമായിട്ടാണ് ബീച്ചിലിങ്ങനെ ഇറങ്ങാൻ, ഇവിടുത്തെ വെള്ളത്തിൽ ഇങ്ങനെ തൊടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൽ കുറേ പോയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നോക്കി നോക്കാം.
പിന്നെ ഇവിടെ എല്ലായിടത്തും കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് കുറേ പൂച്ചകളുണ്ടാകും. അത് എവിടെ പോയാലും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡ് വന്നപ്പം ഇത് ഇവിടുത്തെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. ഇങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ, ഒരു പാർക്ക് പോലെ. പാർക്കിൻ്റെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ബട്ട് നല്ലൊരു സ്പേസാണ്. സോ ഇവിടെ ഇങ്ങനെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കൽബാമാളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബീച്ച് വരുന്നത്. നമ്മൾ നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് കോർക്കൽബയിൽ തന്നെയുള്ള മാംഗ്രൂവ് ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. 15 ദിർഹംസാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഒരു ബ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് മാത്രമല്ല, നമ്മളിങ്ങനെ ഓരോ സ്പോട്ട് കഴിയുമ്പോഴും ഓരോരോ ബ്രിഡ്ജസ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കയറി കഴിയുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ് കേട്ടോ. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. കയറി കഴിഞ്ഞാൽ സമയം പോകണം അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോ ഫിഷ് ടാങ്കിൻ്റെ അടുത്തും ആ ഫിഷിനെ കുറിച്ച് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി ഫിഷസ് മാത്രമല്ല, ബേർഡ്സിൻ്റെയും ഒരുപാട് കളക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന പോലെ നമ്മൾ പോകുന്ന വഴിയിൽ ഫുൾ ഇങ്ങനെ ഡോർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാമ്പു കൊണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോമ്പൗണ്ട് വാൾസ് പോലെ റോക്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ശരിക്കും അടിപൊളിയായിട്ടുള്ള വ്യൂ കേട്ടോ. 2 സൈഡും നമുക്കിങ്ങനെ റിവർ കാണാം. അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കാണിച്ചു തരാം, ബൈ. അങ്ങനെ ഓരോന്നും നടന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇതിങ്ങനെ കുറേ നീണ്ടു പോകുന്ന ഇതിങ്ങനെ അത്യാവശ്യം നടക്കാനുണ്ട്. നല്ല ക്രൗഡഡ് ആണ് സംഭവം. ഇപ്പൊ നമ്മൾ ഇത്രയും ദൂരം ബ്രിഡ്ജൊക്കെ കയറി വന്നത് ഇതിനുള്ളിലേക്ക് കയറാൻ പോവാണ്. 2 സൈഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൽക്കാടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആണ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുൾ സൗണ്ടാണ്. ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലായിട്ട് തന്നെ നമുക്ക് സിറ്റിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ദൂരം ഞാൻ നടന്നു വന്നു. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വ്യൂ പോയിന്റ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ചച്ചാമച്ചി എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. അജ്മാനിലാണ് ഇത് വരുന്നത്. ഇത് ഭയങ്കര സ്പെഷ്യൽ റെസ്റ്റോറൻറ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ എന്താ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് തന്നെയാണ്. ഏത് ഫിഷ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫ്രൈ ചെയ്ത് തരും. ഇതിൻ്റെ കൂട്ടത്തിൽ റൈസാണ് കിട്ടുന്നത്. ഒരു പ്രത്യേകതരം റൈസാണ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ റൈസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഗ്രേവി പോലെ, ദാൽ കറി പോലെ ഒരു കറിയും കിട്ടും. പ്ലസ് അവരുടെ ഒരു നല്ലൊരു അച്ചാറ്, പിന്നെ ഒരു ടൊമാറ്റോ ചട്നിയാണ് കിട്ടുന്നത്. നൈസായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.